ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചത് പോകുന്നത്. ബെയിലബിൾ ഒഫൻസാണ്. ഇനി കേസെടുത്ത നടപടിയെ തെറ്റ്. കേസെടുത്തതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇത് 25-ാം തീയതിയാണ് എൻ സുബ്രഹ്മണ്യൻ ഈ പറയുന്ന പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചെയ്തത്. ഇതേ സാധനം 29-ാം തീയതി നവംബർ 19-ാം തീയതി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് നവംബർ 29-ാം തീയതി അതിനെതിരെ പോലീസ് ചെറുവിരൽ അനക്കിയിട്ടില്ല. അതേ കാര്യത്തിന് അതേ ചെയ്ത കുറ്റത്തിന് മെനിഞ്ഞാന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ സുബ്രഹ്മണ്യനിൽ കേസെടുക്കുന്നു. ഇന്ന് പോയി അകാരണം അറസ്റ്റ് ചെയ്യുന്നു. രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കണം. ബെയിലബിൾ ഒഫൻസായ ഒരു കേസിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഒരു ഈ നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തനമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ സമിതി അംഗമാണ്. ഇനി സുബ്രഹ്മണ്യൻ ലഭിച്ചെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞാനിപ്പോൾ അത് സിയോട് ചോദിച്ചത്. അദ്ദേഹത്തെ ഹാജരായി മൊഴിയെടുത്തേണ്ട കാര്യത്തിന് വീട് വളഞ്ഞ് രാവിലെ പോയി അറസ്റ്റ് ചെയ്തതോടെ എന്തിനാണ്? ഇതെന്തൊരു തോന്നിവസമാണ്. താല്പര്യമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഒരുപക്ഷേ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുപ്പെടുക്കണമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവി പലർക്കും നഷ്ടപ്പെടുകയാണ്. അതിൽ നിന്നും വാർത്തയുടെ ശ്രദ്ധ തിരിക്കാനാണെന്ന് ഞാൻ സംശയിക്കുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ബെയിലബിൾ ഒഫൻസിന് കേസെടുത്തൊരു കേസിൽ വീട്ടിൽ പോയി രാവിലെ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടി കേരളത്തിൻ്റെ നിയമനിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. അതെ, പോലീസ് പറഞ്ഞല്ലോ എടുത്തിരിക്കല്ലേ. പിന്നെ ഇതിനോട് നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു BP വർദ്ധിച്ചതുകൊണ്ട് BP കൂടിയത് കൊണ്ട് ഇവിടെ കാണിച്ചു. ഡോക്ടർമാർ ഇവിടെ തന്നെ കഴിയാൻ പറഞ്ഞിരിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് പോലീസിൽ പോകുന്നതിനോ നിയമത്തിനോ ഒരു പേടിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതിന് കനത്ത വില ഈ സർക്കാരും ഈ പാർട്ടിയും നൽകേണ്ടിയാണ്. ഇതാ പ്രതിഷേധത്തിന് ഇവിടെ വന്നു. ഞാനിപ്പം ഞങ്ങൾ പ്രതിഷേധിക്കുന്നു മാത്രമല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. എൻ സുബ്രഹ്മണ്യൻ്റെ കൂടെ കോൺഗ്രസ് പാർട്ടി അടിയുറച്ച് നിൽക്കും എല്ലാ കാര്യത്തിലും. ഞാൻ ചോദിക്കട്ടെ, കലാപാഹ്വാനത്തിന് കേസെടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ കേസെടുക്കണ്ടേ? എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കേസെടുത്തില്ല? പോട്ടെ, അത് മാറ്റി നിർത്താം. ഇനി ഞാനൊരു അഭിഭാഷകനാണ്. FIR ബെയിലബിൾ ഒഫൻസ് മാത്രം ഇട്ടൊരു കേസിൽ ഇങ്ങനെ വീട് വളഞ്ഞ് അകാരണമായ അറസ്റ്റ് കേരളത്തിൻ്റെ നീതി നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. അതിനുള്ള പ്രകോപനം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഞാൻ അറിയിട്ടുണ്ട്. ഏതായാലും ഈ നടപടിയെ ശക്തമായി അപലപിക്കുന്നു മാത്രമല്ല, ഞങ്ങളിതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. കനത്ത വില ഈ സർക്കാരും പോലീസും നൽകേണ്ടി വരും.